സരസ് മേളയിലൂടെ ജനകീയ സ്വാദുകൾ പരിചയപ്പെടുത്തിയ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് വീണ്ടും കൊല്ലം ആശ്രാമ മൈതാനത്ത് തുടങ്ങി. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെയാണ് കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് ദേശീയ ഭക്ഷ്യമേള തുടങ്ങിയത്. കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. കൊല്ലത്തിന്റെ തനത് രുചികൾക്ക് പുറമെ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നും സംരംഭകർ വൈവിധ്യമേറിയ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ കൈപുണ്യമറിയാൻ എല്ലാവരും ഫുഡ് കോർട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ അഭ്യർത്ഥിച്ചു. ഇവിടെ കുടുംബശ്രീയുടെ ഭക്ഷ്യ കൗണ്ടറുകളിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി വലിയൊരു വിപുലമായ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. വളരെ ചരിത്രം, അതുപോലെ വർത്തമാനകാല കാര്യങ്ങൾ, ശാസ്ത്ര കാര്യങ്ങളെല്ലാം അടങ്ങുന്നൊരു വലിയ പ്രദർശനം നടക്കുകയാണ്. ആ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ കൗണ്ടറുകളുണ്ട്. ഇവിടെ വളരെ വിപുലമായ ധാരാളം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്ന നല്ല കുടുംബശ്രീ ഭക്ഷ്യ കൗണ്ടറുകളുണ്ട്. ഭക്ഷ്യ മേഖലയിൽ ഇപ്പോൾ കുടുംബശ്രീക്ക് വലിയ പ്രാധാന്യമുണ്ട്. വളരെ നന്നായിട്ട് ഉള്ള ഇനങ്ങളാണ്. കേരളത്തിലുള്ളതും പുറത്തുള്ളതും എല്ലാം ഉണ്ട്. അപ്പോൾ യഥേഷ്ടം ഇത് കഴിക്കാനും ഈ ലോകത്തെ ഭക്ഷണ കാര്യങ്ങളെപ്പറ്റി അറിയാനും ഇവിടെ വന്നാൽ പറ്റും. അതോടൊപ്പം തന്നെ പൊതുവായ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഫുഡ് ടൂറിസം കൂടിയാണ് ഈ ഭക്ഷ്യമേളയെന്ന് മാധ്യമപ്രവർത്തകൻ MP നികേഷ് കുമാർ പറഞ്ഞു. നമുക്ക് വൈവിധ്യമുള്ള ഒരു രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഒരു ചില സാമ്പിളുകളാണല്ലോ നമ്മൾ കഴിച്ചത്. വളരെ മനോഹരമായിരിക്കുന്നു. പിന്നെ സ്ത്രീകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ളതാകുമ്പോൾ നമുക്കൊരു അനുഭവമുണ്ട്. അവരുടെ കൈ കൊണ്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ, ആ രുചിയിലാണ്, അതെ, ആ കൈപുണ്യത്തിലാണ് കഴിക്കുന്നത്. വളരെ നല്ലൊരു അനുഭവം. കഫേ കുടുംബശ്രീ ഇന്ത്യ ഫുഡ് കോർട്ട് മന്ത്രി KN ബാലഗോപാൽ സന്ദർശിച്ചു. CPM ജില്ലാ സെക്രട്ടറി S സുദേവൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് X തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.